നമസ്കാരം, എല്ലാവർക്കും ഹിന്ദി ഓൺലൈൻ എന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബീർ ബഹൂട്ടി 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ബീർ ബഹൂട്ടി എന്ന പാഠം നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും അത് നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് എന്നോട് ചോദിക്കാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പാഠഭാഗത്തിൽ വന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതായത് 4 ക്വസ്റ്റ്യൻ ആൻസർ ഈ പാഠത്തിൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അത് നമുക്കിന്ന് ആൻസർ ചെയ്യാം. പിന്നെ പട്കഥ, അതായത് തിരക്കഥ, എങ്ങനെയാണ് തിരക്കഥ എഴുതേണ്ടതെന്നും അതിൻ്റെ കുറച്ച് ട്രിക്കുകളും ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ഡയറി എഴുതേണ്ട മാതൃകയും അതിൻ്റെ കുറച്ച് ട്രിക്കുകളും ഇന്ന് പറഞ്ഞു തരും. പിന്നെ ഇതിൽ കുറച്ച് മീനിങ്സ്, അതായത് ഹിന്ദി ടു ഹിന്ദി മീനിങ്സ്, അത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാവുന്ന കുറച്ച് മീനിങ്സ് ഇന്ന് ഞാൻ പറഞ്ഞു തരും. പിന്നെ ഇത്രയും കാര്യങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഇതൊന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിന്ന് ബീർ ബഹൂട്ടി പാഠത്തിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ബാദൽ കോ ദേഖ് കർ ഗഡേ കോ നഹീ ഡുലാനാ ചാഹിയേ, ദുക്കാൻദാറിനെ ഐസാ ക്യോം കഹാ. അതായത് കാർമേഘം കണ്ടിട്ട് കുടം കമിഴ്ത്തരുത് എന്ന് ദുക്കാൻദാർ എന്തുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ സന്ദർഭം കൂടി കൊടുത്തിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. സാഹിലിനെ പേൻമേം നയി സ്യാഹി ഭർവാനി की इच्छा से उसमें बची स्याही को जमीन पर छिड़क दिया. दुकान पहुंचने पर वहां स्याही नहीं दी. तब दुकानदार ने साहिल से ऐसा कहा. कहने का मतलब है किसी वस्तु को मिलने की प्रतीक्षा में हमारे पास के वस्तु को छोड़ना मूर्खता है. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. സാഹിലിനെ पेन में नई स्याही भरवाने की इच्छा से उसमें बची स्याही को जमीन पर छिड़क दिया. പേനയിൽ പുതിയ മഷി നിറയ്ക്കുന്നതിന് വേണ്ടി, പുതിയ മഷി നിറയ്ക്കുമെന്ന പ്രതീക്ഷയിലെ, കിട്ടുമെന്ന പ്രതീക്ഷയിലെ ഉസ്മേം ബച്ചി, അതിൽ അവശേഷിച്ചിരുന്ന സ്യാഹിക്കോ, മഷിയെ സെമീൻ പർ ചിടക്ക് ദിയ, നിലത്തു ഒഴിച്ചു കളഞ്ഞു, കമഴ്ത്തി കളഞ്ഞു. ദുക്കാൻ പഹൂഞ്ചിനെ പർ വഹാം സ്യാഹി നഹീദി. കടയിലെത്തിയപ്പോൾ അവിടെ മഷി ഇല്ലായിരുന്നു. തപ്പ് ദുക്കാൻദാറിനെ സാഹിൽ സെ ഐസ കഹ. അപ്പോൾ ദുക്കാൻദാറാണ്, കടക്കാരനാണ് സാഹിലിനോട് ഇങ്ങനെ പറഞ്ഞത്. കഹിനേക്ക മത്ലബ് ഹേ, പറഞ്ഞതിൻ്റെ അർത്ഥം ഇതായിരുന്നു, കിസി വസ്തു കോ മിൽനെ കി പ്രതീക്ഷാ മേ ഹമാരെ പാസ് കെ വസ്തു കോ ചോടുന മൂർഖത ഹേ. ഏതെങ്കിലും ഒരു വസ്തു കിട്ടുന്ന പ്രതീക്ഷയിലെ കയ്യിലുള്ള വസ്തു ഉപേക്ഷിക്കുക വിഡ്ഢിത്തരമാണ്. മൂർഖത, വിഡ്ഢിത്തരം. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ നല്ലപോലെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ജബ് വഹ് ഉസ്കെ പാസ് ആക്കർ ബൈട്ടി ഉസ്സെ നസർ നഹീ മിലാ പായി ക്യോ. ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? അതായത് എപ്പോഴാണോ അവൾ അവൻ്റെ അടുത്ത് വന്നിരുന്നത്, പക്ഷേ അവനെ നോക്കാൻ തോന്നിയില്ല. എന്തുകൊണ്ട്? ബേലാക്കോ മാലും ദാക്കി വഹ് സാഹിൽ की नजर में बहुत अच्छी है. गणित के मास्टर जी ने साहिल के सामने उसका अपमान किया, इसलिए वह साहिल से नजर नहीं मिला पाई. എന്താണ്? ബേലാക്കോ മാലും ദാക്കി വഹ് സാഹിൽ की नजर में बहुत अच्छी है. എന്താ? ബേലയ്ക്ക് അറിയാമായിരുന്നു, മാലും എന്ന് പറഞ്ഞാൽ അറിയാമായിരുന്നു. വഹ് സാഹിൽ की नजर में, സാഹിലിന്റെ ദൃഷ്ടിയിൽ ബഹുത്ത് അച്ചി ഹേ, വളരെ നല്ല കുട്ടിയാണെന്ന്. ഗണിത് കെ മാസ്റ്റർ ജീനെ സാഹിൽ കെ സാമനെ ഉസ്ക അപമാൻ കിയ. നമ്മുടെ മാത്സ് മാഷ് സുരേന്ദ്രജി എന്ത് ചെയ്തു? സാഹിൽ കെ സാമനെ, സാഹിലിന്റെ മുന്നിൽ വെച്ച് ഉസ്ക അപമാൻ കിയ, അവളെ അപമാനിച്ചു, നാണം കെടുത്തിയില്ലേ. ഇസ്ലിയെ വഹ് സാഹിൽ സെ നസർ നഹീ മിലാ പായി, അതുകൊണ്ടാണ് അവള് സാഹിലിനെ നോക്കാണ്ടിരുന്നത്, സാഹിലിനെ മൈൻഡ് ചെയ്യാണ്ട് ഇരുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. इनी क्वेश्चन नंबर 3, इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. इसका मतलब क्या है? ഈ കുട്ടികൾ തൻ്റെ ചുറ്റും കളിക്കുന്നത് കണ്ട് ഗാന്ധിജിയുടെ പ്രതിമ പതിവിൽ കൂടുതൽ പുഞ്ചിരി തൂകുന്നതായിട്ട് കാണപ്പെട്ടു. എന്തുകൊണ്ടായിരിക്കും? നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. गांधी जी बच्चों को बहुत प्यार करते हैं.
इसलिए बच्चे जब निष्कलंकता और प्यार भरी दोस्ती के साथ अपनी मूर्ति की चारों ओर खेलने लगे तो उसे अधिक प्रसन्नता हुई होगी. അതായത് ഗാന്ധിജി ബച്ചോം കോ ബഹുത് പ്യാർ കർത്തേ ഥേ. ഗാന്ധിജി കുട്ടികളെ ഒരുപാട് സ്നേഹിക്കുന്നു. അതുകൊണ്ട് ബച്ചെ അപ്പനെ നിഷ്കളങ്കത, കുട്ടികളുടെ നിഷ്കളങ്കത, और प्यार भरी दोस्ती, സ്നേഹം നിറഞ്ഞ ആ സൗഹൃദവും കെ സാത്ത് അപ്പനി മൂർത്തിക്ക് ചാരം അവർ ഖേൽനെ ലഗേ തു, തൻ്റെ പ്രതിമയ്ക്ക് ചുറ്റും കളിക്കുന്നത് കണ്ട് ഉസെ അധിക പ്രസന്നത ഹുയി, അദ്ദേഹത്തിൻ്റെ പ്രതിമയുടെ മുഖം അധികം പ്രസന്നമായിട്ട് കാണപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, യഹ് ബാരിശോം കെ पहले की बारिश का दिन था, कहानी के प्रसंग में यह कैसे सार्थक होता है. ഇത് മഴക്കാലത്തിനു മുൻപേയുള്ള ഒരു മഴ ദിവസമായിരുന്നു. കഹാനിയുടെ പ്രസംഗ് എന്ന് പറഞ്ഞാൽ കഹാനിയുടെ സന്ദർഭത്തിൽ യഹ് കൈസെ സാർത്ഥക് ഹോത്താ ഹെ, ഇതെങ്ങനെ സാർത്ഥകമാണ്. നമുക്ക് ആൻസർ നോക്കാം. ഹമേശ ഏക് സാത്ത് ചലനെ വാലി സാഹിൽ और बेला आगे की पढ़ाई के लिए अलग हो जाने वाले हैं. इस बिछुड़न के बारे में आपस में बताकर दोनों दुखी हुए और उनकी आंखें भर गई. यही लेखक को बारिश से पहले की बारिश लगी. എന്താണ് ഹമേശ ഏക് സാത്ത് ചലനെ വാലി സാഹിൽ ഔർ ബേല. ഹമേശ എന്ന് പറഞ്ഞാൽ ഓൾവൈസ്, എല്ലായ്പ്പോഴും ഒപ്പം നടന്നിരുന്ന ബേലയും സാഹിലും ആഗേക്ക് പഠായി കേലിയെ മുമ്പോട്ടുള്ള പഠനത്തിനു വേണ്ടി അലഗ് ഹോ ജാനെ വാല ഹെ, അതായത് പിരിയാൻ പോവുകയാണ്. ഈസ് ബിച്ചുടൻ കെ ബാരേമേ, ഈ വേർപാട്, ബിച്ചുടൻ എന്ന് പറഞ്ഞാൽ വേർപാട്. ഈസ് ബിച്ചുടൻ കെ ബാരേമേ ആപ്പസ് മേ ബത്താക്കർ, ആപ്പസ് മേ ബത്താക്കർ എന്ന് പറഞ്ഞാൽ പരസ്പരം പറഞ്ഞിട്ട്, ദോനും ദുഃഖി ഹുയെ ഔർ ഉൻകി ആംഗേം ബർ ഗയി, രണ്ടുപേരും വിഷമിക്കുകയും രണ്ടുപേരുടെയും കണ്ണുകൾ നിറയുകയും ചെയ്തു. യഹ് ലേഖകോ ബാരിസെ പഹലേക്ക് ബാരിസ് ലഗി, അത് ലേഖകനെ മഴയ്ക്ക് മുമ്പുള്ള ഒരു മഴയായിട്ട് തോന്നി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 4 ക്വസ്റ്റ്യൻ ആണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. അത് 4 നമ്മൾ ആൻസർ ചെയ്തു. ഇനി ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നോക്കാം. അടുത്തത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പ്രവർത്തനമാണിത്. അതായത് മിലാൻ കരെ, മാച്ച് ചെയ്യാനാണ്. 2 ബോക്സിലുള്ളത് നമ്മൾ മാച്ച് ചെയ്യണം. അത് ഈ പാഠം നന്നായി മനസ്സിലായവർക്ക് ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ആദ്യം എന്താണ്, സാഹിൽ കി ആംഗേം, സാഹിലിൻ്റെ കണ്ണുകൾ. പിന്നെ രണ്ടാമത്തെ ചൽത്തി ബീർ ബഹൂട്ടിയാം, അതായത് ചലിക്കുന്ന ബീർ ബഹൂട്ടികൾ. മൂന്നാമത്തത് സാഹിൽ കെ ആസു, സാഹിലിൻ്റെ കണ്ണുനീർ. അടുത്ത് സാഹിൽ കി ചോട്ട്, സാഹിലിൻ്റെ മുറിവ്. പിന്നെ ഈ സൈഡിൽ എഴുതിയിട്ടുള്ളതാണ് ചൽത്തി ഫിർത്തി ഗൂൻ കി പ്യാരി പ്യാരി ബൂന്തേ, അതായത് ചലിക്കുന്ന രക്തത്തിൻ്റെ സ്നേഹത്തുള്ളികൾ. അടുത്തതോ ബീർ ബഹൂട്ടി കി തരഹ് ലാൽ, ബീർ ബഹൂട്ടികളെ പോലെ ചുവപ്പ്. പിന്നെ ബീർ ബഹൂട്ടി ക രംഗ്, ബീർ ബഹൂട്ടിയുടെ നിറം. അടുത്തത് ബാരിഷ് കി ബൂന്തേ, അതായത് മഴത്തുള്ളി. ഇനി ഇത് മാച്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എങ്ങനെയാണ്? ഫസ്റ്റ് സാഹിൽ കി ആംഗേം, സാഹിലിൻ്റെ കണ്ണുകൾ എങ്ങനെയായിരുന്നു? ബീർ ബഹൂട്ടി കി തരഹ് ലാൽ. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇത് മാച്ച് ചെയ്യണം. ബീർ ബഹൂട്ടി കി തരഹ് ലാൽ. അടുത്തത് ചൽത്തി ബീർ ബഹൂട്ടിയാം, ഈ ചലിക്കുന്ന ബീർ ബഹൂട്ടികളെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ചൽത്തി ഫിർത്തി ഗൂൻ കി പ്യാരി പ്യാരി ബൂന്തേ. അടുത്ത മൂന്നാമത്തത് സാഹിൽ കെ ആസു, സാഹിലിൻ്റെ കണ്ണുനീര് എങ്ങനെയാണ് പറഞ്ഞത്? ബാരിഷ് കി ബൂന്തേ, മഴത്തുള്ളികളെ പോലെ തോന്നി. അടുത്തത് സാഹിൽ കി ചോട്ട്, സാഹിലിൻ്റെ മുറി. ബീർ ബഹൂട്ടി കാ രംഗ്, ബീർ ബഹൂട്ടിയുടെ നിറമായിരുന്നു. അപ്പോൾ ഇത് മാച്ച് ചെയ്യണത് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബീർ ബഹൂട്ടി എന്ന പാഠത്തിൽ പട്കഥ തയ്യാറാക്കാൻ പറയുന്നുണ്ട്. പട്കഥ എന്ന് പറഞ്ഞാൽ തിരക്കഥയാണ്. നമ്മൾ കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിൽ പട്കഥ ചെയ്തിട്ടുണ്ടായിരുന്നു. TV എന്ന പാഠത്തിന് നമ്മൾ പട്കഥയാണ് നമ്മളെ പാഠബുക്കിൽ പഠിച്ചത്. അപ്പോൾ നമുക്ക് വീണ്ടും ഈ പട്കഥയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പട്കഥയിൽ എന്തെല്ലാം വേണം എന്നുള്ള പോയിൻറ്റ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിലാണ് നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. 1. സ്ഥാൻ ഔർ സമയ കാ ഉല്ലേഖ് ഹേ,
അതായത് സ്ഥാൻ, പ്ലേസ്, എവിടെയാണോ ഇത് നടക്കുന്നത് വെച്ചെങ്കിൽ ആ സ്ഥാൻ അതിൽ അടയാളപ്പെടുത്തണം. പിന്നെ സമയ്, എപ്പോഴാണ് സമയ്, സ്ഥാൻ സമയ്. പിന്നെ വേണ്ടത് പാത്ര, പാത്രോം കി ആയു, വേഷഭൂഷ, ചാൽ ചലൻ ആദി ക ഉല്ലേഖ ഹെ. പാത്ര എന്ന് പറഞ്ഞാൽ എന്താണ്? കഥാപാത്രം, അതായത് അതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് അടയാളപ്പെടുത്തണം. പിന്നെ പാത്രോം കി ആയു, കഥാപാത്രങ്ങളുടെ വയസ്സ്. വേഷഭൂഷ, അവരുടെ വസ്ത്രം, എന്താണ് അവരിട്ടിരിക്കുന്നത് വെച്ചെങ്കിൽ അത് അടയാളപ്പെടുത്തണം. ചാൽ ചലൻ, അതായത് ചാൽ ചലൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് അത്. പിന്നെ ദൃശ്യക്ക വിവരൻ, ആ ദൃശ്യം ഒന്ന് വിവരിക്കണം, അതായത് എന്താണോ നടക്കാൻ പോകുന്നത് വെച്ചെങ്കിൽ അത്. പിന്നെ സ്വാഭാവിക് ഔർ പാത്രാനുകൂൽ സംവാദ്, അതായത് കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണം എഴുതണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പട്കഥയിൽ വേണ്ടത്. അപ്പോൾ ഇതിൽ ചോദ്യമുണ്ട് എന്ത്, ഇതിൽ ഈ ബീർബഹൂട്ടി എന്ന കഹാനിയെ 3 പ്രസംഗമാണ് അതിലുള്ളത്. അതിൽ ഏതെങ്കിലും ഒരു ഭാഗത്തെ നമ്മൾ പട്കഥയാക്കി മാറ്റണം. അതാണ് നമ്മുടെ പ്രവർത്തനം. അപ്പോൾ അതെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് പട്കഥ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ വരച്ചിട്ട് എഴുതുന്നതാണ് കുറച്ചുകൂടി നമുക്ക് എളുപ്പം. അല്ലാണ്ട് എഴുതാം, വരച്ചിട്ട് എഴുതുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ആദ്യം ഒരു ഹെഡിങ് കൊടുക്കണം. ഹെഡിങ് എന്താണ്? പട്കഥ. മെയിൻ ഹെഡിങ് പട്കഥ എന്ന് എഴുതണം. പിന്നെ ഇതുപോലെ ഒരു ബോക്സാക്കി വരയ്ക്കുക, 2 ഭാഗമായിട്ട് വരയ്ക്കുക. അതിൽ ഫസ്റ്റ് സൈഡിൽ ദൃശ്യ എന്ന് എഴുതണം. ദൃശ്യ, അതായത് എന്താണ് നടക്കുന്നത് അതാണ് ദൃശ്യ. പിന്നെ മറ്റേ സൈഡിൽ സംവാദ്, കോൺവെർസേഷൻ. അപ്പോൾ ദൃശ്യം എന്നുള്ളിടത്ത് എന്തൊക്കെ വേണ്ടത് എന്ന് നോക്കാം. ആദ്യം വേണ്ടത് സ്ഥാൻ, എവിടെയാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഇവിടെ സ്ഥാൻ എന്ന് എഴുതിയിരിക്കുന്നത് ഫുലേര ജംഗ്ഷൻ. പിന്നെ സമയ്, സമയ് രാവിലെ അല്ലേ, കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴാണ്. സവേരെ 9 ബജെ. ഇനി പാത്ര, ഇതിൽ പാത്ര എന്ന് എഴുതിയിരിക്കുന്നത് സാഹിൽ, ബേല, ദുക്കാൻദാർ. പിന്നെ ഉമ്ര, ഉമ്ര എന്ന് പറഞ്ഞാൽ അവരുടെ ആയു, വയസ്സ്. ബേല 11, സാഹിൽ 11. അതായത് ബേലയ്ക്ക് 11 വയസ്സ്, സാഹിലിന് 11 വയസ്സ്, ദുക്കാൻദാറിന് നമ്മളൊരു ഏകദേശം വയസ്സ് ഇടാം. ഞാനിവിടെ 45 എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടതാണ് വേഷഭൂഷ, അവരുടെ വസ്ത്രം. അത് സ്കൂൾ വർദ്ധി എന്ന് പറഞ്ഞാൽ യൂണിഫോം, അത്ര എഴുതിയാൽ മതി. ഇനി വിവരൺ, വിവരൺ എന്ന് എഴുതിയിട്ട് സാഹിൽ और बेला कलम में स्याही भरने के लिए दुकान पर जाते थे. സാഹിലും ബേലയും പേനയിൽ മഷി നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കടയിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ദൃശ്യം എന്നുള്ള സ്ഥലത്ത് എഴുതേണ്ടത്. ഇനി നമുക്ക് സംവാദ് എന്തൊക്കെയാണെന്ന് നോക്കാം. സംവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സിമ്പിളാണ്, അത് അവർ തമ്മിലുള്ള കോൺവെർസേഷനാണ്. നമുക്ക് എക്സാമിന് പാസേജ് തന്നിരിക്കും, അത് വെച്ചിട്ട് എഴുതേ വേണ്ടുള്ളൂ, എളുപ്പമാണ്. പട്കഥയുടെ മാർക്ക് നമുക്ക് കളയരുത്, ഫുൾ മാർക്ക് തന്നെ കിട്ടും. അപ്പോൾ സംവാദം നമുക്ക് നോക്കാം. ദുക്കാൻദാർ, അരേ ക്യാ ചാഹിയേ, എന്താ വേണ്ടത്? ഇത് നമുക്ക് സംഭാഷണം നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതാട്ടോ. അപ്പോൾ ബേല, ഏക്ക് പെൻ സ്യാഹി ഭർ ദീജിയേ, ഒരു പേന മഷി നിറയ്ക്കണം. അപ്പോൾ ദുക്കാൻദാർ, ബേട്ട സ്യാഹി കാ ബോത്തൽ അഭി കാലി ഹോ ഗയി ഹേ, മോനെ മഷിക്കുപ്പി ഇപ്പോൾ കാലിയായി. അപ്പോൾ സാഹിൽ, അഭി നാ മിൽ ജായേഗി, അപ്പോൾ ഇന്ന് കിട്ടില്ലേ? ദുക്കാൻദാർ, കൽഹി മിലേഗ, നാളെ കിട്ടുള്ളൂ. അപ്പോൾ ബേല, പൈൻ കി സ്യാഹി ഉസ്നെ ജമീൻ പർ ചിടക്ക് ദിയ, എന്താണ്? പേനയിലെ മഷി ഉണ്ടായിരുന്ന മഷി അവൻ നിലത്തൊഴിച്ചു കളഞ്ഞു. അപ്പോൾ ദുക്കാൻദാർ, ബാദൽ കോ ദേഖ് കർ ഗഡേ കോ നെഹി ഡുലാന ചാഹിയേ, കാർമേഘം കണ്ടിട്ട് കലം കമഴ്ത്തിക്കളയരുത്. അപ്പോൾ സാഹിൽ, മേരി ഗലത്തി ഹേ, എൻ്റെ തെറ്റാണ്. അപ്പോൾ ദുക്കാൻദാർ, ഹാ കോൺസി കക്ഷാമേ പഠിത്തേ ഹോ, നിങ്ങൾ എത്രയിലാ പഠിക്കുന്നത്? സാഹിൽ, 5വീ. ദുക്കാൻദാർ, ദോനോ. ബേല, ഹാം. അപ്പോൾ ദുക്കാൻദാർ പറയണ അച്ഛ. ഇത് നിങ്ങൾ സംഭാഷണം നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പട്കഥ എഴുതേണ്ടത്, ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും പട്കഥ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ഡയറിയാണ്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് ഡയറി. ബേലാക്കി ഡയറിയാണ് ഞാനിവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അതായത് ഗണിത് കെ മാസ്റ്റാബ് സെ ഹുയെ ബുരേ വ്യവഹാർ പർ, അന്നുണ്ടായ, അതായത് മാത്സ് പീരീഡ് ഉണ്ടായ ആ
അനുഭവത്തെക്കുറിച്ച് ബേല വീട്ടിൽ പോയിട്ട് എഴുതുന്ന ഡയറിയാണ് ഇത്. അപ്പോൾ ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഫസ്റ്റ് തന്നെ ഒരു ഹെഡിങ് കൊടുക്കണം. ഡയറി എന്നോ, ഇനിയിപ്പോൾ ബേലയുടെ ഡയറി ആണെങ്കിൽ ബേലാക്കി ഡയറി എന്നോ, വെറുതെ ഡയറി എന്നോ ഏതെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഒരു ബോക്സ് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എഴുതാൻ ശ്രദ്ധിക്കുക. പിന്നെ വേണ്ടത് താരീഖ്, അതായത് ഡേറ്റ്. പിന്നെ ദിൻ, ഏതാണോ ദിവസം, ഇപ്പോൾ ഗുരുവാർ, സോമവാർ, രവിവാർ, അതല്ല, അങ്ങനെ ഏതാണ് ദിവസം വെച്ചെങ്കിൽ അത് ഏതെങ്കിലും ഒരു ദിനും അതുപോലെ ഏതെങ്കിലും ഒരു ഡേയും എഴുതുക, ഡേറ്റും എഴുതുക. എന്നിട്ട് എന്താണ്, ആജ് മുജെ ദുഃഖ കാ ദിൻ ദാ, ഇന്ന് എനിക്ക് ദുഃഖമുള്ള ദിവസമായിരുന്നു. ഈ ഡയറി എഴുതുമ്പോൾ ലാസ്റ്റ് എപ്പോഴും ദ എന്നാണ് ചേർക്കേണ്ടത്, അതായത് കഴിഞ്ഞ കാര്യമാണ് ഡയറിയിൽ എഴുതുന്നത്. പിന്നെ ഡയറി എഴുതുമ്പോൾ മേം എന്ന് എഴുതണം, അതായത് ഞാൻ. ഇവിടെ ഡയറി എഴുതുന്നത് സ്വന്തമായിട്ടാണ് എഴുതുക അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നാണ് എഴുതേണ്ടത്. ഞാൻ എന്നും എനിക്ക്, എൻ്റെ എന്നൊക്കെയാണ് എഴുതേണ്ടത്. അപ്പോൾ എന്താണ്, ആജ് മുജെ ദുഃഖ കാ ദിൻ ദാ, ഇന്ന് എനിക്ക് ദുഃഖമുള്ള ദിവസമായിരുന്നു. സുരേന്ദർ ജി മേരെ കോപ്പി ചാഞ്ചത്തെ വക്ത് ഉസ്മേ ഗലത്തി പാക്കർ മേരെ ബാലോ മേ പഞ്ചാ ഫസായ. സുരേന്ദ്ര മാഷ് കോപ്പി ജാഞ്ചത്തെ വക്ത്, കോപ്പി ചെക്ക് ചെയ്യുന്ന സമയത്ത്, ഉസ്മേ ഗലത്തി പാക്കർ, അതിൽ തെറ്റുണ്ട് എന്ന് വിചാരിച്ച്, മേരെ ബാലോമേ പഞ്ചാ ഫസായ, എൻ്റെ മുടിക്കുത്ത് പിടിച്ചു. ലേക്കിൻ വഹ് ഗലത്തി നാ ഹോനെ പർ, പിന്നീട് അത് തെറ്റല്ല എന്ന് അറിഞ്ഞിട്ട്, ഉനോംനെ മുജെ ചോട് ദിയ, അദ്ദേഹം എന്നെ ചോട് ദിയ, എന്നെ വിട്ടു. മേം ബഹുത്ത് ഡർ ഗയി, എനിക്ക് വളരെ പേടിയായി. മേരെ ഹാത്ത് പയർ കാമ്പ് രഹേത്, എൻ്റെ കൈയും കാലൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. മുജെ ഭയഭീത് ദേക്ക് കർ സാഹിൽ ബി ബുരി തരഹ് ഡർ ഗയ, എൻ്റെ പേടി കണ്ടിട്ട് സാഹിലിനും വളരെയധികം പേടിയായി. അഗർ കോപ്പി മേ ഗലത്തി ഹോത്തി തോ, ആ കോപ്പിയിൽ വല്ല തെറ്റുമുണ്ടായെങ്കിൽ മേരി ഹാലത്ത് ക്യാ ഹോത്തി, എൻ്റെ അവസ്ഥ എന്തായിരിക്കും. സോച്ച് ബി നെഹി സക്തി, എനിക്ക് ഓർക്കാനേ കഴിയുന്നില്ല. ആജ് കാ ദിൻ മുജെ ഭൂൽ നെഹി സക്തി, ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ കഴിയില്ല. അപ്പോൾ ഇതാണ് ഡയറി. അപ്പോൾ ഡയറി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് 1 മാർക്കിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇസ്കാ മത്ലബ് ക്യാ ഹേ, അതായത് ഒരു ഹിന്ദി വാക്കിൻ്റെ, അതായത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള വാക്കിൻ്റെ മീനിങ് എന്താണ്, അതിൻ്റെ അർത്ഥം എന്നുള്ളത്, അതായത് ഹിന്ദി ടു ഹിന്ദി മീനിങ്. അപ്പോൾ ഒന്നാമത്തേത് ഇതാണ്, നസർ മിലാന. നസർ മിലാന എന്ന് പറഞ്ഞാൽ എന്താണ്, മൂഹിക്ക് ഔർ ദേക്കിന, മുഖത്തേക്ക് നോക്കുക. അടുത്തത് രണ്ടാമത്തെ, ബാദൽക്കോ ദേക്ക് കർ ഘടേക്കോ നെഹീൻ ഡുലാന, എന്താ അതിൻ്റെ അർത്ഥം, സോച്ച് വിചാർ കർക്കെ കാം ലേന, അതായത് എന്താണ്, ഒന്നും ആലോചിക്കാണ്ട് കാര്യം ചെയ്യുക. അടുത്തത് കോപ്പിമേം കാം കർന, എന്താണ് അതിൻ്റെ അർത്ഥം, നോട്ട് ബുക്കുമേം ലിഖിന, നോട്ടിൽ എഴുതുക. അടുത്തത് മൻ ഖരാബ് ഹോന എന്ന് പറഞ്ഞാൽ മൻ ഉദാസ് ഹോന, മനസ്സ് വിഷമിക്കുക. അടുത്തതാണ് ശർമിത മഹസൂസ് കർന, അതായത് ലജ്ജിത് ഹോന അല്ലെങ്കിൽ അപമാനിത് ഹോന. പിന്നെയുള്ളത് ബാദൽ ബരസന എന്ന് പറഞ്ഞാൽ വർഷാഹോന. ഇത് 1 മാർക്കിന് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇതെല്ലാവരും നോട്ടിലേക്ക് എഴുതിയെടുക്കുക, അതുപോലെ തന്നെ ഇത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഒരു ലെറ്റർ തയ്യാറാക്കാം. ഇത് കഴിഞ്ഞ വർഷം എക്സാമിന് വന്നിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് ഇടാൻ കാരണം. സാഹിൽ കെ നാം ബേലാനെ പത്ര ലിഖ, വഹ് പത്ര കൽപ്പന കർക്കെ ലിഖേ. സാഹിലിന് ബേല ഒരു പത്ര ലിഖ, പത്ര എന്ന് പറഞ്ഞാൽ ലെറ്റർ എഴുതി. വഹ് പത്ര കൽപ്പന കർക്കെ ലിഖേ, അത് നിങ്ങൾ ഇമാജിൻ ചെയ്ത് എഴുതുക. ഇത് വളരെ എളുപ്പമാണ്, എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ പത്രം എഴുതുമ്പോൾ നമ്മൾ ആദ്യം ഒരു ബോക്സ് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വേണം പത്ര, ഡയറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാൻ. പത്രം എന്ന് ഹെഡിങ് കൊടുക്കുക. പിന്നെ സ്ഥാൻ താരിഖ്, അത് മറക്കരുത്, സ്ഥാൻ താരിഖ് എഴുതുക. പിന്നെ എഴുതേണ്ടത് പ്രിയമിത്ര സാഹിൽ, മുझे മാലൂം ഹേ യഹ് പത്ര മിൽനെ പർ തും കിത്തനെ ഖുശ് രഹേംഗെ. പ്രിയപ്പെട്ട സാഹിൽ, മുझे മാലൂം ഹേ, എനിക്കറിയാം, യഹ് പത്ര മിൽനെ പർ തും കിത്തനെ ഖുശ് രഹേംഗെ, ഈ ലെറ്റർ കിട്ടിയാൽ നീ എത്ര സന്തോഷവാനാകുമെന്ന് എനിക്കറിയാം. ആജ് മാംനെ ബീർബഹൂട്ടിയോം കോ ദേക്ക, ഇന്ന് ഞാൻ ബീർബഹൂട്ടികളെ കണ്ടു. തബ് തുമാരി യാദായി, അപ്പോൾ എനിക്ക് നിൻ്റെ ഓർമ്മ വന്നു. മുझे യഹാം കുച്ച് സഹേലിയ മിലി, എനിക്കിവിടെ കുറച്ച് കൂട്ടുകാരിയൊക്കെ കിട്ടി.
ഹമാരി പാഠശാലാമേം കേവൽ ലടുക്കിയാം ഹേ, ഞങ്ങളുടെ സ്കൂളിലെ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. ഹം ബഡി ഖുഷി കെ സാത്ത് സാരാ കാം കർത്തി, ഞങ്ങൾ വളരെ സന്തോഷത്തോടെ എല്ലാ കാര്യവും ചെയ്യുന്നു. ഹമാരി ടീച്ചർ ബി ബഹുത് അച്ചി ഹേ, ഞങ്ങളുടെ ടീച്ചറും വളരെ നല്ലതാണ്. തും കൈസേ ഹോ, അപ്പോൾ അത് കഴിഞ്ഞു. അതായത് ഫസ്റ്റ് ഒരു അതായത് സംബോധൻ എന്ന് പറഞ്ഞാൽ പ്രിയമിത്ര സാഹിൽ, അതാണ് സംബോധൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ, എന്തൊക്കെയുണ്ട് വിശേഷം അതൊക്കെ. ഇനി കത്ത് നമുക്ക് ചുരുക്കാം. അപ്പോൾ എന്തെഴുതാം? തും കൈസേ ഹോ, നിനക്ക് സുഖല്ലേ? പഠായി കൈസേ ഹേ, പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു? ഹോസ്റ്റൽ കി ഹാലത് ക്യാ ഹേ, എന്താണ് ഹോസ്റ്റലിലെ വിശേഷങ്ങൾ? തുമാരെ സ്കൂൾ കി സാരി ബാത്തേ ലിഖന, നിൻ്റെ സ്കൂളിലെ എല്ലാ കാര്യങ്ങളും എനിക്ക് എഴുതണം. ചുട്ടിയോ മേ ഫിർ മിൽനേക്ക് ആശാക്കെ സാത്ത്, ചുട്ടി എന്ന് പറഞ്ഞാൽ അവധി, അവധിക്ക് ഫിർ മിൽനേക്ക് വീണ്ടും കാണാമെന്ന ആശാക്കെ സാത്ത് ആഗ്രഹത്തോടെ. പ്യാർ സേ ബേല ഹസ്താക്ഷർ, ഇവിടെ പ്യാർ സേ ബേല, അവിടെ പേര് സിഗ്നേച്ചർ. പിന്നെ പത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്രസ്സാണ്, അത് നിങ്ങൾ പത എന്ന് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഇത്രയും മാത്രമാണ് എഴുതേണ്ടുള്ളൂ. ഒരു ലെറ്റർ എഴുതേണ്ട മോഡലാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. അപ്പോൾ ഇത് ഏതാ ക്വസ്റ്റ്യനാണ്? ഇപ്പോൾ ഇവിടെ ഞാൻ സാഹിലിന് ബേല എഴുതുന്ന ലെറ്ററാണ് നിങ്ങൾക്ക് എഴുതി കാണിച്ചത്. ചിലപ്പോൾ ബേലയ്ക്ക് സാഹിൽ എഴുതുന്ന ലെറ്ററാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എഴുതണം. അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്ത ക്ലാസ്സിൻ്റെ വീഡിയോ ആയിട്ട് വരാം.